എടോ സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഷോർട്സിൻ്റെ ഫോമിലാണ്. പക്ഷേ ഇതൊരു ലോങ് വീഡിയോ ആക്കാനുള്ള പൊട്ടൻഷ്യലുള്ളൊരു വീഡിയോ എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ വീണ്ടും കട്ട് ഷോട്ട് ചെയ്തെടുക്കുക. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്കും കാര്യങ്ങൾ എനിക്കിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസം ഇത്രയും നടക്കുമ്പോൾ ഞാൻ എങ്ങനെ പ്രതീക്ഷിച്ചു. ഞാനൊരു കാര്യം ചെയ്യാം, ഇൻ ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞു പോകാം. എല്ലാവരും ഇൻക്ലൂഡ് ചെയ്ത് പേരൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ പറയുകയാണെങ്കിൽ ഓരോ ആൾക്കാരെ എടുത്തെടുത്ത് ഞാൻ എങ്ങനെ പറയും. അത്രയ്ക്കും ആൾക്കാരെ ഞാൻ കണ്ടു ഒരു ദിവസം. എൻ്റെ ഫ്രണ്ട്സിനെ മോസ്റ്റ് ഓഫ് ദം ഞാനന്ന് കണ്ടു. സോ പറയാം, എ ഡേ ഇൻ മൈ ലൈഫ് വിത്ത് മൈ ഫ്രണ്ട്സ്. അതാണ് കേട്ടോ കോണ്ടൻറ്റ്. റീസെൻ്റ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാരേജ് ഉണ്ടായിരുന്നു കേട്ടോ കൊല്ലത്ത്. സോ അത് അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിൻ്റെ വഴിക്കാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും മീറ്റ് ചെയ്യുന്നത്. കൊല്ലത്ത് എനിക്ക് ആവശ്യമുള്ള എല്ലാവരെയും ഞാൻ കണ്ടു. അല്ലാത്ത ആൾക്കാരെ ഞാൻ വീഡിയോ കോൾ ചെയ്ത് കണ്ടു, സംസാരിച്ചു, ടൈം സ്പെൻഡ് ചെയ്തു ബാക്കി എല്ലാവരുമായിട്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കോഫി ഇൻ മൈ ഫേവറേറ്റ് സ്പോട്ട് ബ്രൂ ആൻഡ് ഫ്ലൈയിൽ പോയി കുടിച്ചു. ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു. നമുക്ക് ആ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യില്ലേ, അത് ഞാൻ ചെയ്തു. എൻ്റെ ഫേവറേറ്റ് പീപ്പിളുമായിട്ട് എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഐ ആം മോർ ദൻ ഹാപ്പി ഫോർ ദാറ്റ്. ഇനിയും ഞാൻ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം കോളേജിൽ നിന്ന് ഇറങ്ങിയാലും എനിക്ക് ഇവരെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ലൈഫിൽ. ഞാൻ ആരെ പറ്റി പറഞ്ഞില്ലെങ്കിലും അമ്മൂമ്മേനെ പറ്റി പറയും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരെയും സ്വന്തം മക്കളെ പോലെയാണ് അമ്മൂമ്മ ട്രീറ്റ് ചെയ്യുന്നത്. ആ സ്നേഹം, ആ ഒരു വാംത്ത്, സത്യം പറഞ്ഞാൽ ഷീ ഈസ് ഫാബുലസ്. എല്ലാവരും ഒരുമിച്ച് വന്നു, എല്ലാവരും പെട്ടെന്ന് അങ്ങോട്ട് പോയി. ഭയങ്കരമായിട്ട് വിഷമമായിട്ടോ എല്ലാവരും. കാരണം എല്ലാവരും വന്നു, അന്ന് തന്നെ തിരിച്ചു പോയി. എല്ലാവരും കൊണ്ടാക്കി ഭയങ്കര സൈലൻ്റായി നൈറ്റ് അങ്ങനെ കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഞാനും തിരിച്ച് വന്നു കേട്ടോ. അങ്ങനെ അത്രയേ ഉള്ളൂ ഡേ വിത്ത് മൈ ഫ്രണ്ട്സ്. ദാറ്റ് വാസ് സാഡ്.